ഭൂമിയാങ്കുളത്ത് ഏലം കർഷകരുടെ ഉറക്കം നഷ്ടപ്പെടുത്തി ഏലക്ക മോഷണം പതിവാകുന്നു. കിലോ കണക്കിന് ഏലക്കയാണ് മോഷ്ടിച്ചത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന. ഭൂമിയാങ്കുളത്ത് വിളവെടുപ്പിന് പാകമായ ഏലയ്ക്ക വൻതോതിൽ മോഷ്ടിക്കപ്പെട്ടതായി പരാതി. ഭൂമിയാങ്കുളം തൊട്ടിയിൽ ജീനാമോൾ വർഗീസിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് മോഷണം നടന്നത്. 98 സെന്റുള്ള ഏലത്തോട്ടത്തിൽ നിന്ന് ഏകദേശം 100 കിലോയോളം വരുന്ന മൂത്ത ഏലയ്ക്കായാണ് മോഷണം പോയത്. ഇതിപ്പോ ഭൂമിയാങ്കുളം മേഖലയിൽ ഇത് നിരന്തരം തുറന്നു വരുന്നൊരു പരിപാടിയാണ്. ഒത്തിരി പേർക്ക് ഏലം കർഷകർക്ക് ഇതുപോലെ സംഭവിച്ചു. നമ്മൾ ഇത്രയും കണ്ടില്ലേ, ഇതും എല്ലാം ചെടി ഊരിയെടുത്ത് പോയിരിക്കുവാണ്. ചില ചെടികളിൽ നിന്ന് മൂത്ത കാ നോക്കി തിരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് എടുക്കാൻ അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഇത് എടുത്തുകൊണ്ട് പോകുന്നത്. അത് മൂത്ത കായ വൃത്തിയായിട്ട് നോക്കി തന്നെയാണ് എടുത്തിരിക്കുന്നതും ഒക്കെ. അപ്പം ഇത് വലിയ ദ്രോഹമാണ് ഏലം കർഷകരോട് ചെയ്യുന്നതും ഏലം കൃഷി ചെയ്യുന്നവരോട് ചെയ്യുന്ന ദ്രോഹം തന്നെയാണ് ഈ ഏരിയയിൽ വന്നിട്ട് ഇപ്പോൾ ഒത്തിരി പേർക്ക് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഭൂമിയാങ്കുളം മണിയാറൻകുടി പ്രദേശങ്ങളിൽ ഒരുപാട് പേരുടെ കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഞങ്ങൾ ഇന്ന് ഇടുക്കി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊണ്ട് കൊടുത്തു. അവരന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരോട് നമുക്കൊരു അപേക്ഷയുള്ളൂ. പോലീസുകാരൊന്ന് വന്ന് നോക്കിയായിരുന്നു. അവരോടൊരു അപേക്ഷയുണ്ട്. നമ്മളെ കർഷകരുടെ ബുദ്ധിമുട്ടുകളൊന്നും മനസ്സിലാക്കണമെന്നും നമ്മളെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കണമെന്നും പോലീസ് ഉദ്യോഗസ്ഥരോട് നമുക്കൊരു അപേക്ഷ കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഭൂമിയാങ്കുളം നമ്മുടെ സുഹൃത്തിന്റെ തോട്ടമാണ്. കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ വ്യാപകമായ കളവ് ഉണ്ടെന്ന് അറിയാനിടയായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രമാത്രം ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാക്കും എന്നുള്ള കാര്യം നമുക്കറിയില്ലായിരുന്നു. നമ്മുടെ ജൂൺ 1 തീയതി തൊട്ട് 7 തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് നമ്മുടെ തോട്ടത്തിൽ നിന്ന് നമ്മുടെ കാ ഉപയോഗിക്കുന്നത്. ഇത് അതുപോലെ തന്നെ സമാന്തരമായി ഇന്നലെ ഇവർ കാ പറിക്കാനായിട്ട് ആളെ കൊണ്ടുവരാൻ ഇരുന്ന തോട്ടമാണ്. അത് ഇവിടെ നിന്നും ഒരു 200 കിലോ കായോളം നിഗമനത്തിൽ പോയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ എല്ലാവരും വിശ്വാസം. നമ്മുടെ സുഹൃത്തിൻ്റെയാണ്. ഈ പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ പോലും കാലാവസ്ഥയിൽ ഇത്രമാത്രം ഒരു തോട്ടം കയറ്റിക്കൊണ്ട് വരണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ അത് ഇങ്ങനെ കള്ളന്മാർ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ബാധ്യതകളിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലാണ്. കാരണം വളം മേടിക്കാനാണെങ്കിലും കീടനാശിനിക്കാണെങ്കിലും എല്ലാം അമിതമായ ചാർജുകൾ ആയി തുടങ്ങി. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത് എന്തായാലും പോലീസ് അധികൃതർ ഇതിന് വേണ്ടി നടപടിയെടുത്ത് ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. ഇത് നമ്മുടെ സുഹൃത്തിൻ്റെയാണ്. ഇവരുടെയാണ് ഈ തോട്ടം. ഇവരുടെയാണ് കൂടുതലായിട്ട് ഇപ്പോൾ പോയേക്കുന്നത്. സംഭവത്തിൽ ജീനാമോൾ ഇടുക്കി സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് നേരിട്ട് പരാതി നൽകി. തിരുവനന്തപുരത്ത് താമസിക്കുന്ന ജീനയും ഭർത്താവും കഴിഞ്ഞ ദിവസം ഏലയ്ക്ക പറിക്കാനായി തോട്ടത്തിലെത്തിയപ്പോഴാണ് പകുതിയോളം കായ കവർച്ച ചെയ്യപ്പെട്ട വിവരം കാണുന്നത്. തോട്ടത്തിൽ കയറി നല്ല രീതിയിൽ വിളഞ്ഞ മൂത്ത ഏലയ്ക്കകൾ മാത്രം തിരഞ്ഞുപിടിച്ച് പറിച്ചെടുക്കുന്ന രീതിയിലാണ് മോഷണം നടത്തിയിരിക്കുന്നത്. മറ്റൊരു തോട്ടത്തിലും കവർച്ച ഇതിന് സമാനമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുണ്ട്. പുല്ലുമലയിൽ സതീഷ് ഗോപിയുടെ ഉടമസ്ഥതയിലുള്ള 1/2 ഏക്കറോളം വരുന്ന തോട്ടത്തിലെ കായ മുഴുവനായും മോഷ്ടാക്കൾ പറിച്ചെടുത്തിരുന്നു. സതീഷും സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വലിയ തുക ചെലവഴിച്ച് പരിപാലിച്ചു പോരുന്ന തോട്ടങ്ങളിൽ വിളവെടുപ്പ് സമയത്ത് നടക്കുന്ന ഇത്തരം മോഷണങ്ങൾ ഉടമകൾക്ക് വൻ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. പ്രദേശത്ത് ഇത്തരം മോഷണങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ കുറ്റക്കാരെ അടിയന്തരമായി കണ്ടെത്തി കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് തോട്ടമുടമകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ് ചെറുതോണി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആത്മവിദ്യാലയമേ ഇതിനകത്തിരുന്ന പുട്ടുപോലെ പുഴുങ്ങിയെടുക്കാലോ. എന്റെ പപ്പ ഈ മൂട്ട പോലത്തെ പാട്ട വണ്ടി ഒന്ന് മാറ്റിക്കൂടെ? ഈ വണ്ടി മാറ്റിയിട്ട് ഒരു പരിപാടിയില്ല. അത് നിങ്ങൾ ആലോചിക്കാൻ വേണ്ട. എന്നാ പിന്നെ ഇതൊന്ന് മോഡിഫൈ ചെയ്തുകൂടെ? മോഡിഫൈയോ? അതെന്നാ കുറിച്ച എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ നടത്തി അടിപൊളിയാക്കാം. കാറ് പിന്നെ വേറെ ലെവലാ. എന്നാ വണ്ടി നേരെ ക്യാപിറ്റൽ കാർ ഫാൻസിലോട്ട് വിട്ടോ. ജില്ലയിലെ ഏറ്റവും വലിയ കാർ ഫാൻസി ഷോറൂം ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന. അത്യാധുനിക ടെക്നോളജിയിൽ വീൽ അലൈൻമെന്റ് ആൻഡ് വീൽ ബാലൻസിംഗ്, വിദഗ്ധരായ ടെക്നീഷ്യൻസ്മാരുടെ സേവനം, ഏറ്റവും വിലക്കുറവിൽ ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ടയേഴ്സ്, മ്യൂസിക് സിസ്റ്റം, സീറ്റ് കവർ, പവർ വിൻഡോ, റെക്സിൻ, ഫ്ലോർ മാറ്റുകൾ തുടങ്ങി എല്ലാവിധ ആക്സസറീസുകളും. അങ്ങനെ ക്യാപിറ്റൽ കാർ ഫാൻസിയിലെത്തിയപ്പോ ഞങ്ങളും അടിപൊളിയായി. ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന.